പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പ്രേക്ഷകർക്കും സ്വാഗതം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ 101ാം എപ്പിസോഡാണ്. പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു വലിപ്പം തോന്നുന്നുണ്ട് അല്ലേ? ഒരു ബ്രഹ്മാണ്ഡ ഒരു കാര്യം പറയുന്നത് പോലെ 100 എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും ആഘോഷിച്ചു. നമ്മുടെ പോത്തീസിൻ്റെ ഒരു ബ്രാഞ്ച് മാനേജർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പോത്തീസ് സ്വർണ്ണമഹലാണല്ലോ നമ്മളെ ഇതുവരെ എത്തിച്ചത്. സോ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചു. ഇന്ന് നമ്മുടെ 101ാം എപ്പിസോഡ് നമ്മളിങ്ങനെ ആരംഭിക്കുകയാണ്. ഇനിയും 200 എപ്പിസോഡും 300 എപ്പിസോഡും 100 കണക്കിന് എപ്പിസോഡുകൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അത്രയും നാളെ നിൽക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് ജയൻ. എവിടെ നിന്നാണ് വിളിക്കുന്നത് ജയൻ? കിളിമാനൂർ. മുൻപ് വിളിച്ചിട്ടുണ്ടോ ജയൻ? വിളിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയുണ്ട് ജയൻ വിശേഷം? വീക്കെൻഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നത്തെ പോലെ തന്നെ. പുഷ്പ കണ്ടില്ലേ? പുഷ്പ വളരെ നന്നായി. വളരെ നല്ല തീരുമാനം. ഞാനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ ഞാൻ കുറ്റം പറയുന്നില്ല. അല്ലു അർജുൻ ഫാൻസ് എല്ലാവരും കൂടെ എന്നെ കൊല്ലണ്ട. അദ്ദേഹം അടിപൊളിയായിട്ടുണ്ട്. അതെ അതെ അതെ. അല്ല, പക്ഷെ അല്ലു അർജുൻ സൂപ്പർ ആയിട്ടുണ്ട്. അതിനകത്ത് ഒന്നും പറയാനില്ല. പക്ഷെ സിനിമ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ജയൻ. 49. ഓക്കെ, 49 നമ്മുടെ ജയൻ പറഞ്ഞിരിക്കുന്നത്. കിളിമാനൂർന്ന് ജയനാണ്. 49ൽ സ്വർണ്ണമുണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാരും ടിവിയുടെ മുൻപിൽ ഇരിക്കുകയാണോ? ഇരിക്കുകയാണ്. അപ്പൊ 49 ഞാൻ തുറക്കാൻ പോവാണ്. 49. അയ്യോ, സ്വർണ്ണമില്ലല്ലോ. വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. പലപ്പോഴും നമ്മൾ ചില സിനിമകളിൽ നമ്മൾ ഈ 2-3 ഭാഗങ്ങളുള്ള സിനിമകളുടെ 2ാം ഭാഗം നന്നാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതാണ് കണ്ടുവരുന്നത് അല്ലേ? ഇപ്പം ഏത് സിനിമ എടുത്താലും പാർട്ട് 1 അടിപൊളിയായിരുന്നെങ്കിൽ പാർട്ട് 2 ഡെഫിനറ്റ്ലി അതിലും കുറച്ച് മോശമായിട്ടാണ് നമ്മൾ എപ്പോഴും കാണാറ്. പക്ഷെ ഇത് കുറച്ച് അധികമായോന്നൊരു സംശയമുണ്ട്. പക്ഷെ എന്തായാലും നമ്മുടെ അടുത്ത കോളർ. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? എവിടുന്നാണ് കൊച്ചി ത്രേസ്യ വിളിക്കണേ? തൃശ്ശൂർ. എവിടുന്നാ? ഒല്ലൂര്. ആ, അത് ശരി. ഓക്കെ, എന്നിട്ട് എന്തൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയാ ഉള്ളത് കൊച്ചി ത്രേസ്യാമ്മേ? മകന് അത്രേ ഉള്ളൂ. മകൻ വലിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളാണോ? വണ്ടി ഓടിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ അമ്മയും മോനും കൂടി ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടി? അമ്മയെ പുറത്തൊക്കെ കൊണ്ടുവരുന്നുണ്ടോ മോന്? വണ്ടി ഓടിക്കുന്നല്ലാതെ അമ്മയും കൊണ്ട് വണ്ടി ഓടിക്കാറുണ്ടോ? ആണോ? എന്നാലും ഇടയ്ക്കൊക്കെ വണ്ടിക്കുള്ളിൽ കയറി ഇരുന്ന് വെറുതെ ഒന്ന് പുറത്ത് പോണം. എന്ന് വെച്ചാലേ നമ്മൾ ഒട്ടും ഒരുക്കൊന്നും വേണ്ടെന്നേ. ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ വണ്ടിക്കുള്ളിൽ കയറിയിരിക്കുക, ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് ചുറ്റിയിട്ട് വരുമ്പോ ഉണ്ടല്ലോ മനസ്സിന് ഭയങ്കര ഉണർവുണ്ടാവും അമ്മ. അതാ പറഞ്ഞ കേട്ടോ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 42. ഓക്കെ, 42ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ നമുക്ക് നോക്കാം. തൃശ്ശൂർ ഒല്ലൂരിന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത് കൊച്ചു ത്രേസ്യാമ്മയാണ്. തുറന്നു നോക്കാലോ. അയ്യോ, ക്ഷമിക്കണം അമ്മ, സ്വർണ്ണ ഇല്ല.
കൊറേ പ്രാവശ്യമായി വിളിച്ചിട്ട് ആദ്യമായിട്ട് കിട്ടിയതേ. ആ കിട്ടിയല്ലോ. അപ്പൊ അതാണ്. അപ്പൊ കുറച്ച് ഇനിയിപ്പോ അടുത്ത തവണ വിളിക്കുമ്പോ സ്വർണം കൂടെ കിട്ടും കേട്ടോ. ശരി, അപ്പൊ മകനോട് അന്വേഷണം പറയാ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. നല്ലൊരമ്മ അല്ലേ? അപ്പോൾ എന്തായാലും ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ബാഹുബലി നമ്മൾ ആദ്യം കണ്ട സമയത്ത് എന്തിന് കട്ടപ്പ ബാഹുബലിയെ കൊന്നു എന്നൊരു ചോദ്യം ഭയങ്കര ഉണർന്നിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന് അതിൻ്റെ ഉത്തരം വന്നു ബാഹുബലി 2-ൽ. ബാഹുബലി 2 പക്ഷെ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഒരു അമ്മ സ്വന്തം മകനെ കൊല്ലാൻ ഒരു എന്താ പറയുക ആജ്ഞ പുറത്ത് വിടുക എന്ന് പറയുന്നത്, ഐ ഡോണ്ട് നോ അത് എത്രമാത്രം ബിലീവബിൾ ആണ്. നമ്മൾ അത്രയും കാത്തിരിപ്പിൻ്റെ ഒരു ഉത്തരമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുപോലെയാണ് പല സിനിമകളും ആദ്യത്തെ പാർട്ടിനോട് ചേർന്ന് അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനോട് ചേർന്ന് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടാം ഭാഗം. അതുപോലെയായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു പുഷ്പ. പക്ഷേ കാണാത്തവർ കാണുക, കാരണം ഇതൊക്കെ വലിയ വലിയ സിനിമകളാണ്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന സിനിമകളാണ്. അതൊക്കെ ഒരു വട്ടം കണ്ടിരിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാജേന്ദ്രൻ. എവിടെ നിന്നാണ് സോ വിളിക്കുന്നേ? നെയ്യാറ്റിൻകര. മുൻപ് വിളിച്ചിട്ടുള്ള രാജേന്ദ്രൻ അല്ലേ? അതെ. അതെ. വീട്ടിലെല്ലാവർക്കും സുഖാണോ? സുഖാണ്. ഓക്കെ, അപ്പൊ വീക്കെൻഡ് ആയിട്ട് എന്താണ് ഇന്ന് പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. ന്യൂ ഇയറിനൊക്കെ എന്തെങ്കിലും പരിപാടി ഇട്ടോ? ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു. പിള്ളേരൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഉത്സാഹത്തിലാണ്. എന്തിന്റെ ഉത്സാഹം കേട്ടില്ല? സ്റ്റാറൊക്കെ ഇട്ടായിരുന്നു, സ്റ്റാറൊക്കെ ഉണ്ടാക്കാനുള്ള അവരുടെ ആ ഒരു തിരക്കില്. ഓ അത് ശരി. ഷോ എനിക്കത് മനസ്സിലായില്ല. ശരി, എന്തായാലും ആഘോഷിക്കൂ, നന്നായി ആഘോഷിക്കൂ. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ സർ. 58. ഓക്കെ, 58-നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. രാജേന്ദ്രൻ സാറിന് കൊടുക്കാൻ നമുക്ക് ഇനി 101-ാം എപ്പിസോഡിൽ സ്വർണം. ആർക്കാണ് ആദ്യം പോകുന്നത്? അയ്യോ, രാജേന്ദ്രൻ സാറിന് അല്ല, എന്തായാലും സ്വർണ്ണം ഇല്ല കേട്ടോ. സാരില്ല, നിരാശപ്പെടല്ലേ. ആ ശബ്ദത്തിൽ വല്ലാത്തൊരു നിരാശ ഉണ്ടല്ലോ. കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. വീണ്ടും വിളിക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ 100-ാം എപ്പിസോഡായിരുന്നു. 100-ാം എപ്പിസോഡിൽ നമ്മൾ കുറച്ച് അധികം സ്വർണ്ണ നാണയങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 3 കോളേഴ്സിനും 3 വാട്സാപ്പിലുള്ളവർക്കും നമുക്ക് സ്വർണ്ണം കൊടുക്കാൻ നമുക്ക് പറ്റി. അപ്പം ഇത്തവണ ഇപ്പം അത്രത്തോളം സ്വർണ്ണം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയും ഒരാൾക്ക് പോലും സ്വർണ്ണം കൊടുക്കാതിരിക്കുന്ന അവസരം വേണമെങ്കിൽ വരാം. കാരണം ഇതൊരു ഭാഗ്യത്തിൻ്റെ കളിയാണ്. വിളിക്കുന്നവരുടെ ഇപ്പം 42-ൽ സ്വർണ്ണം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ അത് പറയാതെ 41 പറയുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നീളുന്ന എപ്പിസോഡിൽ ഒരാൾക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. അപ്പം ഭാഗ്യത്തിൻ്റെ ഒരു എപ്പിസോഡും കൂടി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സ്വർണ്ണം കിട്ടുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത കോളറിനായിരിക്കുമോ? ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പത്മജ. എവിടുന്നാ വിളിക്കണേ പത്മജ? ചങ്ങനാശ്ശേരി. ആഹാ, ഓക്കെ. എന്ത് ചെയ്യുന്നു വീട്ടില്? ഞായറാഴ്ച ആയിട്ട് എന്താണ് ഇന്ന് പരിപാടി? ഞായറാഴ്ച ആയിട്ട് ഇന്ന് എന്റെ മകളും കൊച്ചുമക്കളും വന്നിട്ടുണ്ട്. ആഹാ, ശരി. അപ്പം അത് ഫ്രൈഡ് റൈസും ചിക്കനും ആണ് ഇന്ന്. ഫ്രൈഡ് റൈസും ചിക്കനും എല്ലാം ഹോം മെയ്ഡ് ആണോ? എല്ലാം ഹോം മെയ്ഡ്. അടിപൊളി. ചിക്കൻ കറി, ചില്ലി ചിക്കൻ, എന്താണ്? ചിക്കൻ റോസ്റ്റ്, ഫ്രൈഡ് റൈസ്, കൊച്ചുമക്കൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തു. ഷൂ ഇരിക്കോ അയ്യ, മൊത്തം ചുമ്മാലൊരു കോയിന്റെ മണം ഇവിടം വരെ വരുന്നുണ്ട്. അങ്ങ് ചങ്ങനാശ്ശേരി. ഞാൻ വരട്ടെ? ചങ്ങനാശ്ശേരി എന്നല്ലേ പറഞ്ഞേ? ഞാൻ എപ്പോഴും വിളിക്കാറുള്ളതാണ്. എപ്പോഴും വിളിക്കാറുള്ളതാ. തിരുവനന്തപുരത്ത് നിന്ന് ചങ്ങനാശ്ശേരി വരെ ഉച്ചയ്ക്ക് ഊണിന്റെ സമയത്തിനുള്ളിൽ എനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ള ഉറപ്പിലാണ് എന്നെ വിളിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ നൈസ്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ ഇത്തവണ വരുന്നില്ല, അടുത്ത തവണ ആ വഴിക്ക് വരുമ്പോ ഞാൻ അറിയിക്കാം. ഓക്കെ, ശരി. അപ്പൊ ഡിസംബർ 19-ാം തീയതി എന്റെ മകൾ വീണയുടെ 40-ാം പിറന്നാളാണ്. ഓക്കെ, സോ ഹാപ്പി ബർത്ത്ഡേ വീണ. 40s എന്ന് പറയുന്ന ന്യൂ 30s ആണ്. അപ്പോൾ എൻജോയ് യുവർ 40s വീണ. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടോ പറയാൻ വീട്ടിലെ? വേറെ വിശേഷങ്ങളൊന്നുമില്ല. മോൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫെഡറൽ ബാങ്ക് മാനേജറാണ് ആലുവയില്. അവർക്ക് 2 മക്കള്. അപ്പം എല്ലാരും വൈഫ് ഗായത്രി അവിടെ രാജഗിരിയുടെ ജീവ സ്കൂളിലെ ടീച്ചറാണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും വെൽ സെറ്റിൽഡ്. ഒന്നുകൂടി വീണയ്ക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. എൻജോയ് യുവർ ഇയർ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ പത്മജ ചേച്ചി. അപ്പൊ അവൾക്ക് 40 വയസ്സാണെന്ന് പറഞ്ഞാൽ ഞാൻ 40 തന്നെ പറയുന്നു. 40. ശരി, അപ്പൊ 40 തന്നെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിൽ സ്വർണം ഉണ്ടാവട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, 41, 40-ന്റെ ഉള്ളിൽ.
അയ്യോ സ്വർണ്ണം ഇല്ലല്ലോ. സാരമില്ല, എന്നാലും വിളിച്ചിട്ട് കിട്ടിയല്ലോ, അവളെ വിഷ് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതന്നെ. അപ്പൊ ശരി, കുഴപ്പമില്ല, വീണ്ടും വിളിക്കാം, അടുത്ത ആഴ്ച വീണ്ടും വിളിക്കണം. ഓക്കെ, പിറന്നാളൊക്കെ ആഘോഷിക്കാം. താങ്ക് യു സോ മച്ച്. ബൈ. നല്ല അടിപൊളി ചേച്ചി, വീട്ടിൽ നല്ല ആഘോഷം കണ്ടോ. കൊച്ചുമക്കളൊക്കെ വന്നപ്പം ഫ്രൈഡ് റൈസ്, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, മകളുടെ 40ാം ബർത്ത്ഡേ എല്ലാം കൂടെ വീട്ടിലൊരു അടിപൊളി ഒരു മേളം നമുക്ക് ഇവിടെ തന്നെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കത് വി ക്യാൻ ഫീൽ ഇറ്റ്, അവിടെ ഒരു ആഘോഷമായിരിക്കും എന്നുള്ളത്. അപ്പോൾ എല്ലാം അടിച്ചു പൊളിക്കുക. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഇർഫാന. റുക്സാന. ഇർഫാന നേരത്തെ വിളിച്ച ഇർഫാന അല്ലേ? അതെ. ഇന്ന് നമുക്ക് എല്ലാം നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുടെ കോൾസ് ആണ് ഇന്നെല്ലാം. ശരി ഇർഫാന, ഇന്ന് 101ാം എപ്പിസോഡാണ് ഞങ്ങളുടെ കേട്ടോ. അപ്പൊ ഇർഫാന, എന്തൊക്കെയാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താ ചെയ്യണ വീട്ടില്? പ്രോഗ്രാം കണ്ടിരിക്കുക. പ്രോഗ്രാം ഇപ്പൊ തീരില്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? എന്താണ് ഇന്ന് സാധാരണ ഞായറാഴ്ച വൈകുന്നേരങ്ങളിലൊക്കെ പുറത്ത് പോവാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണ് അല്ലേ? ശരി, ഓക്കെ. അപ്പൊ ഇർഫാന ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 63. ഇർഫാനയ്ക്ക് 63ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇർഫാന ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, TV കാണുന്നുണ്ടല്ലോ അല്ലേ? 63ന്റെ ഉള്ളിൽ. അയ്യോ സ്വർണം ഇല്ല ഇർഫാന. ഇങ്ങനെയുള്ള അവസരങ്ങൾ കറണ്ട് പോയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇല്ലാത്തത് കാണണ്ടല്ലോ. ഓക്കെ ഇർഫാന, സാരില്ല, വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. നമ്മളെല്ലാം സ്ഥിരമായിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന കോളേഴ്സാണ് ഇന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവരുടെ വിശേഷങ്ങളും ഓൾറെഡി എനിക്ക് അറിയാം, ആ രീതിയിലാണ്. എന്തായാലും പുതിയ ഒരുപാട് പേരും വിളിക്കാറുണ്ട്. ഈ അടുത്തിടയ്ക്കായിട്ട് കൂടുതലും കൊച്ചു കുട്ടികൾ വിളിക്കുന്ന എനിക്ക് അങ്ങനെ ഒരു ട്രെൻഡ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് കുട്ടികളോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആര് വിളിച്ചാലും ഞാൻ പാട്ട് പഠിക്കും. പിള്ളേർ പാട്ട് പാടുന്നതൊക്കെ നല്ല രസമാണ്. അപ്പോൾ അടുത്തത് കുട്ടിയാണോ നോക്കാം. ഹലോ. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അമൃത കൃഷ്ണൻ. എവിടുന്നാ വിളിക്കുന്നേ? അമൃത എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ, എന്ത് ചെയ്യുന്നു അമൃത? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക. ഓ കുട്ടിയാണ്. ഞാൻ ഇപ്പൊ അമൃതയുടെ കോൾ എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കുട്ടികൾ ആരെങ്കിലും ആണ് വിളിക്കണമെന്നൊന്ന് നോക്കാമെന്ന്. പക്ഷെ സൗണ്ട് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നി കുട്ടിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ആ പ്രതീക്ഷ വിട്ടിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് അമൃത? ക്ലാസ്സിലൊക്കെ എന്താണ് വിശേഷം? എത്ര കൂട്ടുകാരുണ്ട് പറയൂ? എല്ലാവരും കൂട്ടുകാരാണ് അല്ലേ? ശരി, ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും എന്താ ചെയ്യാ, പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടിക്കോളൂ. പക്ഷെ നമ്മുടെ അജയന്റെ 2ാം മോഷണത്തിലെ ആ താരാട്ട് പാട്ട് ആവല്ലേ, അന്ന് വാനിൽ, അത് മാത്രം പാടരുത്. കാരണം അത് ഞാൻ കേട്ട് മടുത്തു. വേറെ ഏതെങ്കിലും പാട്ട് പാടാൻ പറ്റുമെങ്കിൽ പാടാമോ? ഇന്ന് വേണോട്ടോ. പോരട്ടെ, അതിൽ തന്നെ വേറെ പാട്ട്. വീണ്ടും കാണാൻ തോന്നും അഴകെ ആഴിക്കണ്ണാള് തഴുകും അമ്പിളി കുഞ്ഞോള് ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുരഞ്ഞാട്ടെ മഴവിൽ ചന്തമേന്തുമേ സ്വന്തമേ അഴകെ തട്ടക്കിളി കൊഞ്ചിപ്പിക്കൂട്ടിയെ കൂട്ടിലെത്തോലെ നിറയെ ചിന്നിച്ചിതറും കൊതിയാ കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിൽ ഒളിക്കും നാണം എന്താണ് പുലരെ മുത്തി പുലർന്നറിയാ. വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി, നല്ല പാട്ട് കേട്ടോ. ഒരുപാട് സന്തോഷം അമൃത. എൻ്റെ പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയ പാട്ട് അത്. ആ കിളിയേ തത്ത കിളിയേ, അതിൻ്റെ ആ ഋതം ഭയങ്കര ഒരു അഡിക്റ്റീവ് ഋതമാണ്. സോ താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള നമ്പറിലേക്ക് കടക്കാം. അമൃത നമ്പർ പറഞ്ഞോളൂ. 60 അമൃത പറഞ്ഞിരിക്കുന്ന നമ്പർ. നമുക്കതിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ അമൃത, TV കാണാമോ? ഓക്കേ, 60ന്റെ ഉള്ളിൽ. അയ്യോ, ആ പാട്ടിനൊരു സ്വർണം തരേണ്ടതാണ്, പക്ഷെ സ്വർണ്ണ നാണയത്തിന് അറിയില്ലല്ലോ.
അതുകൊണ്ട് ഇതിൽ സ്വർണ്ണം ഇല്ല കേട്ടോ. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ അമൃത, അപ്പം നല്ല മിടുക്കി കുട്ടിയായിട്ട് പഠിക്കൂ. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ. നല്ല നല്ല ഇതുപോലത്തെ പാട്ടുകളൊക്കെ പാടിത്തരൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മളെ വിളിച്ചത് അമൃതയാണ്. നല്ല അടിപൊളിയായിട്ട് ആ പാട്ട് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പക്ഷെ എന്താണ് എല്ലാവരും അജയൻ്റെ രണ്ടാം മോഷണം മാത്രം പാടുന്നത് എനിക്ക് മനസ്സിലാവണില്ല. വേറെയും ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളെ, ഒരുപാട് നല്ല പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളെ. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ദിൽന. ദിൽന, എവിടുന്നാ വിളിക്കണേ ദിൽന? കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂര്. ആഹാ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഭർത്താവ്, 2 കുട്ടികള്, അമ്മ. അത് ശരി. ഓക്കെ, അപ്പം എന്താണ് കുട്ടികളൊക്കെ ആയിട്ട് ഇന്നിപ്പം ഞായറാഴ്ച എന്താണ് പരിപാടി? പരിപാടിയൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലെ? ഊണൊക്കെ ആയോ? ആ ഊണൊക്കെ ആയി. അപ്പൊ ഇനി സ്വർണം കൂടെ കിട്ടിയിട്ട് ഒന്ന് ഊണ് കഴിക്കാം, സമാധാനമായിട്ട് സന്തോഷത്തോട് ഊണ് കഴിക്കാം അല്ലേ? ആ അതാണ്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ആ പറയൂ വീണ, പെട്ടെന്നാവട്ടെ. 29 ശരി, 29 സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ നമ്മുടെ ഈ എപ്പിസോഡിൽ ആർക്കും സ്വർണം കിട്ടിയിട്ടില്ല. വീണയ്ക്ക് കിട്ടുമോ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അയ്യോ വീണ, സ്വർണം ഇല്ല 29. സാരില്ല സാരില്ല വീണ. വീണയ്ക്ക് ഭയങ്കര ചിരിയാണല്ലോ. നല്ല ചിരിയുള്ള ആളാണ്. ശരി, ഓക്കെ. അപ്പൊ വീണ വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അടുത്ത പ്രാവശ്യം സ്വർണം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. താങ്ക് യു. ഓക്കെ, നമ്മളെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വീണയാണ് വിളിച്ചത്. വീണ എന്നല്ല, ഇന്ന് വിളിച്ച ആർക്കും തന്നെ സ്വർണം കിട്ടിയിട്ടില്ല എന്ന സന്തോഷ വാർത്ത ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. ഇന്ന് വരുന്ന കോളേഴ്സിനെങ്കിലും സ്വർണം കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ 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 2 കിലോ അല്ല, പോത്തി സ്വർണ്ണവർഷം അല്ല, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രേണുക. എവിടുന്നാ വിളിക്കണേ രേണുക? കോഴിക്കോട്. കോഴിക്കോട് നിന്നാണ് രേണുക. നല്ല എനർജി ആണല്ലോ രേണുക. എന്താ ചെയ്യണേ? വീട്ടമ്മ. വീട്ടമ്മയാണ്. ഈ വീട്ടമ്മ രാവിലെ എന്താ ചായ ആണോ കാപ്പിയാണോ കുടിക്കാറ്? ചായയാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ചായ ആണോ? എന്തെങ്കിലും പ്രത്യേക എനർജി വരാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് രേണുക? വീട്ടിൽ മോളും ഭർത്താവും. മോളും മോളുടെ ഭർത്താവും രേണുകയുടെ ഹസ്ബൻഡും മോളും അല്ലെ? ശരി, ഓക്കെ. മോള് പഠിക്കാണോ? സ്കൂളിൽ പഠിക്കാണോ? കോളേജിൽ പഠിക്കാണോ? സ്കൂളിൽ പഠിക്കാം. 8ാം ക്ലാസ് ആണോ? ശരി, ഓക്കെ. അപ്പൊ രേണുക ഇന്ന് സ്വർണ്ണം അടിക്കോ? അത് പറയാൻ പറ്റൂല. അത് പറയാൻ പറ്റില്ല അല്ലേ? ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ രേണുക, നമുക്ക് നോക്കിയേക്കാം. 43. എല്ലാരും 40 അങ്ങ് എടുക്കാണല്ലോ. 40 എല്ലാവരുടെ ഇഷ്ടപ്പെട്ട നമ്പേഴ്സ് ഇത്തവണ. 43 സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം രേണുക, നോക്കിക്കോളൂ. അയ്യോ കണ്ടോ? ഒന്ന് എത്തി നോക്കിക്കോളൂ ടിവിയിലോട്ട്. സ്വർണ്ണം ഇല്ല. ഇത്ര ആവേശത്തോടെ എത്തി നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേ മനസ്സിലായി കാണില്ല അതല്ലേ? ശരി, അപ്പൊ രേണുക സാരല്ല, വീണ്ടും വിളിക്കുക. ഇതേ ഊർജം, ഇതേ ചിരി, ഇതേ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. ഓക്കെ ഓക്കെ രേണുക, താങ്ക് യു സോ മച്ച്. ബൈ. ചിലരോട് സംസാരിക്കുമ്പം ഉറങ്ങിക്കിടക്കുന്ന നമ്മൾ പോലും ഉണരും. എനിക്ക് തോന്നുന്നു രേണുക അതുപോലത്തെ ഒരു എനർജി ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇന്ന് പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ ഈ 101ാം എപ്പിസോഡിലെ ആദ്യത്തെ ബ്രേക്കിനുള്ള സമയമായിരിക്കുകയാണ്. ബ്രേക്കിന് ശേഷം വരുമ്പോഴെങ്കിലും സ്വർണം നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് ടേക്ക് എ ക്വിക്ക് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.
പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. ഞാൻ ദീപ രാഹുൽ ഈശ്വർ. നമ്മുടെ ആദ്യത്തെ ബ്രേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ബ്രേക്കിന് പോകുന്നതിന് മുൻപ് നമ്മളെ വിളിച്ച കോളേഴ്സിന് ആർക്കും തന്നെ സ്വർണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവർ പറഞ്ഞ നമ്പേഴ്സിൻ്റെ ഉള്ളിൽ സ്വർണ്ണമില്ല. ഞാൻ ഇന്ന് പറയാത്ത ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അല്ല, പറയാത്ത കാര്യം ഒന്നുകൂടെ പറയാൻ പറ്റില്ല, ആദ്യമായിട്ട് പറഞ്ഞോട്ടെ. വാട്സാപ്പിലേക്ക് നിങ്ങളെല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ നമ്പർ ഞാൻ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു, ഞാൻ പറഞ്ഞേക്കാം ഒന്നുകൂടെ. 8086011443 8086011443 12:45 വരെ മാത്രമേ അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. എന്താണ് മെസ്സേജ് അയക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിൽ സ്വർണ്ണമുണ്ട് എന്ന് തോന്നുന്ന നമ്പർ, നിങ്ങളുടെ പേരും സ്ഥലവും പറഞ്ഞിട്ട് ആ നമ്പർ മാത്രം മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞത്. ആ നമ്പറിലേക്ക് ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ കോൾ എടുക്കില്ല, അതുകൊണ്ട് ഒരു കാര്യമില്ല അതിലേക്ക് വിളിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ശരി, നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എവിടുന്നാ വിളിക്കണേ ചേച്ചി? പേരൂർക്കട അല്ലേ, ട്രിവാൻഡ്രം. ആരൊക്കെ ഉള്ളത് വീട്ടില്? ഞാനും 2 മക്കള്. ഓക്കെ, മക്കള് രണ്ടുപേരും പഠിക്കുകയാണോ? മോനിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. മറ്റാള് ഡിഗ്രി സെക്കൻഡ് ഇയർ. ഓക്കെ, ശരി. രണ്ടുപേരും ഇവിടെ ട്രിവാൻഡ്രം തന്നെ ഉണ്ടോ? ട്രിവാൻഡ്രം തന്നെയാണ്. ട്രിവാൻഡ്രം തന്നെ. അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് മക്കള് രണ്ടുപേരും അല്ലേ? അതെ അതെ. ഓക്കെ, വെരി നൈസ്. ഓക്കെ, ശരി. അപ്പം എന്താണ് ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ചേച്ചി, നോക്കാം സ്വർണം കിട്ടുമെന്ന്. 15. ഓക്കെ, 15ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 15ന്റെ ഉള്ളിൽ അയ്യോ സ്വർണം ഇല്ലല്ലോ ചേച്ചി. സാറില്ല, വീണ്ടും വിളിക്കോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മളെ വിളിച്ചത് പേരൂർക്കടയിൽ നിന്ന് ഉഷ ചേച്ചിയാണ്. ഉഷ ചേച്ചിക്ക് 2 ആൺകുട്ടികളാണ് കേട്ടോ. പക്ഷെ രണ്ടുപേരും ഡിഗ്രി ഒക്കെ ചെയ്യാണ്. ഒരാൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു, മറ്റാൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലങ്ങനെ 2 ആൺകുട്ടികളുള്ള വീട്ടിൻ്റെ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തെന്നെ ആയിക്കോട്ടെ, 15-നുള്ളിൽ സ്വർണ്ണം ഇല്ലാത്തതുകൊണ്ട് ചേച്ചിക്ക് സ്വർണ്ണം കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശ്രീവേദ അല്ലേ? എന്തൊക്കെയുണ്ട് വേദക്കുട്ടി വിശേഷം? സുഖം. ഇന്ന് എന്ത് ശനിയാഴ്ചയൊക്കെ എന്ത് ചെയ്തു? ഇന്നലെ എന്ത് ചെയ്തു വീട്ടിലിരുന്നിട്ട്? എക്സാം ഒക്കെ ആവാറായല്ലോ, അതുകൊണ്ട് നമുക്കെന്താ അതുമായിട്ട് ബന്ധം? കുറച്ച് പഠിച്ചോ? ആഹാ, അപ്പൊ കുറച്ച് ബന്ധമൊക്കെ ഉണ്ട് പരീക്ഷയായിട്ട് അല്ലേ? നല്ല കുട്ടി കേട്ടോ. ഏതാ ഏറ്റവും ബുദ്ധിമുട്ട്? കണക്കാണോ? എല്ലാം കണക്കാണ്. ഹിന്ദി ഇഷ്ടമല്ല അല്ലേ? ഹിന്ദി മേര രാഷ്ട്രഭാഷ ഹേ, നമ്മൾ അങ്ങനെ പറഞ്ഞൂടാ. ഹിന്ദി ഇഷ്ടം. ശരി, ഓക്കെ. അപ്പൊ ശ്രീവേദ പാട്ട് പാടിത്തരുമോ ഞങ്ങക്ക്? കുറച്ചേരം മുമ്പ് എന്റെ അമ്മയെ വിളിച്ചത്. ഇത് ആര്? പേര് പറയാമോ? രേണുക എന്നൊരാൾ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നോ കുറച്ചു മുമ്പ്? കോഴിക്കോട് വിളിച്ചാണോ? ഒയ്യോ, നമ്മുടെ എനർജി ഉള്ള രേണുക അല്ലേ? കൊള്ളാലോ. ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിക്കായിരുന്നു, ചായയുടെ ഉള്ളിൽ എന്തെങ്കിലും ഇടുന്നുണ്ടോ? നല്ല സന്തോഷമുള്ള രേണുകയാണല്ലോ എന്നിങ്ങനെ പറയായിരുന്നു. കിട്ടിയപ്പോഴുള്ള സന്തോഷാണ് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ശ്രീവേദ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 38 ആണോ? 13. ഓ, 13 അല്ലേ? ശരി, 13ന്റെ ഉള്ളിൽ നമുക്ക് സ്വർണം ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ ശ്രീവേദ നമുക്ക് പാട്ട് പാടി തരണം, ഇല്ലെങ്കിൽ ശ്രീവേദ നമുക്ക് പാട്ട് പാടി തരണം. ഓക്കെ, 13 തുറന്നു നോക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, ശ്രീവേദ ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അടുത്ത തവണ വിളിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. പാട്ട് പാടി തരുന്നോ ഞങ്ങൾക്ക്, അതോ അടുത്ത തവണ പാടി തരുമോ? അടുത്ത തവണ പാടിത്തരാം. ശരി, ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. താങ്ക് യു. നല്ല മിടുക്കി കൂട്ടി കേട്ടോ, നല്ല മിടുക്കിയായിട്ട് സംസാരിച്ചു. പക്ഷെ സ്വർണം കൊടുക്കാൻ പറ്റിയില്ല. അമ്മയും ആളും മിടുക്കിയാണ്, മോളും ആളും മിടുക്കിയാണ്. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേരൊന്നുകൂടെ പറയാമോ? എവിടുന്നാ വിളിക്കണേ? ശ്രീരഞ്ജിനി. ആരൊക്കെ ഉണ്ട് ചേച്ചി വീട്ടില്? ഇപ്പൊ ഞാന്, ഹസ്ബൻഡ്, എന്റെ അമ്മയുണ്ട്.
അമ്മയുണ്ട്. ഓക്കെ. 96 വയസ്സായി. അയ്യോ അത് ശരി. എങ്ങനെയാണ്, നല്ല ആരോഗ്യമൊക്കെ ഓക്കെ ആണോ? ഇല്ല, ആരോഗ്യമൊക്കെ കുറവാ, നടക്കത്തൊന്നുമില്ല. അല്ല എന്നാലും സംസാരിക്കാനും നമ്മളെ ഓർമ്മയൊക്കെ ഉണ്ടോ? സംസാരിക്കുകയും ചെയ്യും, ഓർമ്മയില്ല. ഓക്കെ, വെരി ഗുഡ്. 96 വയസ്സ് എന്തൊരു അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹമാണ് ശരിക്കും. നമുക്കൊക്കെ അതൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. എന്തായാലും അത് വലിയ ഭാഗ്യം. 96 വയസ്സ് ഉള്ള അമ്മ എപ്പോഴും അമ്മയോടൊപ്പം നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, വലിയ ഭാഗ്യം. ഞങ്ങൾക്കൊരു മോളുണ്ട്, മോള് ഹൈദരാബാദിലാണ്. മോൾക്കൊരു മോന് ഇപ്പൊ +2 പഠിക്കുന്നു. ഓക്കെ, നൈസ്. ഒരു മോളാണോ ഉള്ളത് അമ്മയ്ക്ക്? ഒരു മോളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അവൾക്കൊരു മോൻ. ഓക്കെ, നൈസ്. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ അമ്മ, സ്വർണം കിട്ടുമോ നോക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഏത് നമ്പറിലാ സ്വർണ്ണം ഉള്ളത്? അതാണോ ചോദിക്കണ്ടേ? അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാലോ. നമ്മുടെ കളി തന്നെ അതാണ്. വിളിക്കുക, എന്നോട് സ്വർണ്ണം ഏത് നമ്പറിലാണ് ചോദിക്കുക, ആ നമ്പർ ഞാൻ പറഞ്ഞു തരുന്നു, നിങ്ങൾ ആ നമ്പർ പറയുന്നു. ഇതാണ് നമ്മുടെ ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ ചോദിക്കുന്നത്. ഇത് എങ്ങനെ സാധിക്കുന്നു? ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ അമ്മ. 59 ഒറ്റയ്ക്ക് കിടക്കുമല്ലേ, അത് പോട്ടെ. 59 മാത്രം വിഷമാവണ്ട, അതിനെ തുറന്നില്ല എന്നല്ലേ? അതിനെ അങ്ങ് വിട്ടേ. ശരി, ഓക്കെ. അപ്പൊ ഞാൻ തുറക്കാൻ പോവാ, നമുക്ക് നോക്കാം. 59ന്റെ ഉള്ളിൽ, അയ്യോ ഇപ്പൊ അമ്മയ്ക്കാണല്ലോ വിഷമാവണത്, 59-അല്ല, അതിൽ സ്വർണ്ണില്ല. കണ്ടോ, ദീപ പറഞ്ഞു തരാനിട്ടല്ലേ നമ്പർ. അതാണ്, അത് എന്റെ തലയില് അല്ലേ? ആ പഴി കേൾക്കാൻ എന്റെ ജീവിതം ബാക്കി. ഓക്കെ, സാരില്ല. അടുത്ത പ്രാവശ്യം വിളിക്കുക. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ എന്നോട് ചോദിച്ചാൽ എന്തോ പാടാ. ലൈനും കിട്ടും, കുഴപ്പമില്ല. അതിപ്പോ വിളിച്ച് കിട്ടിയില്ല, അങ്ങനെ ശ്രമിച്ചാൽ മതി, കിട്ടും. പക്ഷെ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴും എന്നോട് ഇതുപോലെ നമ്പർ ചോദിക്കണം. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു തരില്ല. അപ്പൊ നോക്കി വെച്ചേരെ. ശരി, ഓക്കെ അമ്മ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. വെരി നൈസ് ടോക്കിംഗ് ടു യു. ബൈ. വളരെ റീസണബിൾ ആയ ഒരു ചോദ്യമാണ് ചോദിച്ചത്, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും അല്ലേ? ഓക്കെ, നമ്മുടെ അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശ്രീദേവി. എവിടുന്നാ വിളിക്കണേ ശ്രീദേവി? ആലുവ. ഓക്കെ, ശ്രീദേവി എന്താ ചെയ്യണേ? ഞാൻ വീട്ടമ്മയാണ്. മക്കളൊക്കെ പുറത്താണോ? ഓക്കെ, അപ്പം ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ കൂടെ? ഞാനും എന്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ പുറത്ത് പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും നല്ല സമാധാനമായിട്ട് ജീവിക്കുന്നു അല്ലേ? മക്കള് വരാറുണ്ടോ? ഇപ്പം ഇനി ക്രിസ്മസ് അവധിക്കോ അങ്ങനെ മറ്റോ വരുമോ? ക്രിസ്മസിന് വരുന്നുണ്ട്. ഓക്കെ, വരുമ്പോ എന്താണ് അമ്മയുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ വെക്കോ? പിന്നെ തീർച്ചയായിട്ടും. എന്താണ് സ്പെഷ്യൽ? മധുര പലഹാരങ്ങളാണോ അതോ ബിരിയാണി പോലത്തെ ഐറ്റംസ് ആണോ? എന്താണ് സ്പെഷ്യൽ? മധുര പലഹാരം ഉണ്ടാക്കും, പിന്നെ മറ്റേ സ്പൈസി ആയിട്ടുള്ള പലഹാരങ്ങൾ രണ്ടും അല്ലേ? ഓക്കെ, ശരി. എന്തായാലും നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ആവട്ടെ. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 14 ആണോ? 14. ശരി, 14ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ തുറക്കാൻ പോവാണ്. ഓക്കെ, അയ്യോ 14 സ്വർണ്ണം ഇല്ലല്ലോ. ഇത് എന്താണിത്? ഇന്നത്തെ എപ്പിസോഡിൽ ആർക്കും സ്വർണ്ണം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, സാരില്ല. അപ്പൊ വീണ്ടും വിളിക്കുക, അടുത്ത ആഴ്ച വിളിക്കുക. കുട്ടികളൊക്കെ ക്രിസ്മസിന് വരുമ്പോ ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പം ഇതുവരെ നമുക്ക് ഈ 101-ാം എപ്പിസോഡിൽ വിളിച്ച ഒരാൾക്ക് പോലും സ്വർണം കിട്ടിയിട്ടില്ല. വൈ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ. പക്ഷെ ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. കുറച്ച് സമയം, അരമണിക്കൂർ നമുക്ക് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. യെസ്, അരമണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോൾ ഈ അരമണിക്കൂറിൽ വിളിക്കുന്ന കോളേഴ്സിന് സ്വർണം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ഇന്ന് എത്ര സ്വർണം വെച്ചിട്ടുണ്ടോ അതെല്ലാം ഇനി തുറന്നിരിക്കുന്ന ബോക്സുകളിൽ മാത്രമാണുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പം കുറച്ചുകൂടെ സാധ്യത കൂടിയിരിക്കുകയാണ്. ആരാ വിളിക്കുന്നത് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സൗമ്യ. എവിടുന്ന് വിളിക്കണേ സൗമ്യ? പേരൂർക്കട. ആഹാ, പേരൂർക്കടയിൽ നിന്ന് ഇപ്പോൾ കുറച്ച് മുൻപേ ഒരു ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട് സൗമ്യ? അച്ഛൻ, അമ്മ, കുഞ്ഞ്, പിന്നെ ഹസ്ബൻഡ്, അനിയൻ. ആഹാ, കുഞ്ഞിപ്പോ എന്തായി? എന്ത് പ്രായമാണ്? 4.25 വയസ്സായി. 4.25 വയസ്സൊക്കെ ആയി അല്ലേ? ഓക്കെ, ശരി. അപ്പം LKG ചേർത്തോ? LKG-ലാണോ? ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ സൗമ്യ. 41. ഓക്കെ, 41-ൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ സൗമ്യ.
41 ഉള്ളിൽ സൗമ്യ സ്വർണ്ണം ഇല്ല കേട്ടോ. ഓ അല്ലേ, കഷ്ടായി. സാരില്ല. അപ്പൊ സൗമ്യ ഡോണ്ട് വറി, വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, ഒരു വർഷത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസമാണ് ഈ ഡിസംബർ എന്ന് പറയുന്നത്. ശരിയാണ്, ഓണമൊക്കെ വലിയ സംഭവമാണെങ്കിലും ഡിസംബറിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മാസമാണ്. ഈ വർഷത്തിലെ പല കാര്യങ്ങളും നമുക്കിത് ചിന്തിക്കാനുള്ളൊരു മാസമാണ്. പുതുവർഷത്തിലേക്ക് നമ്മുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ചെയ്തത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ഒന്ന് ആലോചിക്കുന്ന മാസമാണ്. പിന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ, കേക്ക് അല്ലേ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്കുള്ളൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമുള്ള മാസമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി സ്വർണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അല്ലേ. അപ്പം അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ടെലിവിഷന്റെ വോള്യൂം ഒന്ന് കുറയ്ക്കാമോ? ഓക്കെ, ഇനി പേര് ഒന്നുകൂടെ പറയാമോ? ഷൈജൻ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കണേ ഷൈജൻ? ഷൈജൻ ഭയങ്കര സീരിയസ് ആണല്ലോ. ഇങ്ങനെയാണോ വീട്ടിലൊക്കെ? അതും ആരും അറിയാതെ രഹസ്യമായിട്ട് വിളിക്കുകയാണോ? അല്ലല്ല, അങ്ങനെ. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒച്ചയിൽ സംസാരിക്കൂ. ഓക്കെ, ശരി. അപ്പൊ ഷൈജൻ എന്താ ചെയ്യുന്നേ? ഞാൻ ഡ്രൈവറാണ്. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ഷൈജൻ. 48. 48. ഇത് എല്ലാവർക്കും 40കളാണെന്ന് ഏറ്റവും പ്രിയം. അതെന്താണ് അങ്ങനെ? എന്താണ് ഈ 48ന്റെ പിന്നില്? അത് ഇരട്ട സംഖ്യ അല്ലേ, ഇരട്ട മക്കളായ രണ്ട് പെൺകുട്ടികളായ ഇരട്ട സംഖ്യ പറയുന്നത്. ട്വിൻസ് ആണോ? പെൺകുട്ടികളെ ഇരട്ട? അല്ല, എന്നാലും രണ്ടുപേരുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ 48ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല. 48ന്റെ ഉള്ളിൽ ഇരട്ട സ്വർണ്ണ നാണയം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ അത് പറഞ്ഞത്? ഇരട്ട പോയിട്ട് ഒരെണ്ണം പോലും ഇല്ലാന്ന്. ശരി, എന്തായാലും സാരില്ല, വീണ്ടും വിളിക്ക ഷൈജൻ. ഓക്കെ, പെൺകുട്ടികൾ 2 പെൺകുട്ടികളാണെന്നല്ലേ പറഞ്ഞേ? അതാണ്. അപ്പൊ അക്ഷയ, അമീഷ അല്ലേ? നല്ല കാര്യം. അപ്പൊ വിളിക്കൂ, സ്വർണ്ണമൊക്കെ കിട്ടിയാൽ നല്ല ഉപകാരപ്പെടില്ലേ? അതാണ് കേട്ടോ. ശരി ഷൈജൻ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ. ദൈവമേ, ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചില സ്ഥലങ്ങളിൽ സോറി, ചില സ്ഥലങ്ങളിൽ ട്രൈ നെക്സ്റ്റ് ടൈം. പക്ഷേ സ്വർണ്ണ നാണയം മാത്രം കാണുന്നില്ല. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പരസ്യമില്ലേ? അതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ഹലോ ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധനലക്ഷ്മി ആണോ? അതെ. എന്തൊക്കെയുണ്ട് ധനലക്ഷ്മി? ശനി ഞായറൊക്കെ എന്തായിരുന്നു പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. കഴിഞ്ഞ ആഴ്ചയിലെ പരിപാടിയിൽ വിളിക്കണമെന്ന് വിചാരിച്ചു, നടന്നില്ല. ഞാനിപ്പോ അതിന് വേണ്ടിട്ട് രണ്ട് വഴക്ക് തരണമെന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ദിവസത്തിൽ എന്തുകൊണ്ട് വിളിച്ചില്ല? ഞാനിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാൻ. ഞാൻ വിളിക്കണം എന്ന് വിചാരിച്ചിരുന്ന എപ്പിസോഡായിരുന്നു, പക്ഷെ അന്നത്തെ ദിവസം ഇല്ലായിരുന്നു. പോട്ടെ, ക്ഷമിച്ചിരിക്കുന്നു. 101ാം എപ്പിസോഡിൽ വിളിച്ചല്ലോ, സാരില്ല. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ധനലക്ഷ്മി. അയ്യോ, 45ലാണ് എന്റെ ഒരു കണ്ണ്. കാരണം എന്റെ കുഞ്ഞ് അതിൽ തൊട്ടു, അത് പറയാൻ പറഞ്ഞു. 45 കുഞ്ഞ് വന്ന് തൊട്ടു അല്ലേ? കുഞ്ഞിനെ വെറുതെ കണ്ടു തൊട്ടതാണെങ്കിലോ? എനിക്കൊന്ന് 45ന്റെ അവിടെ വേറെ എന്തെങ്കിലും ടിവിയിൽ അവിടെ വല്ലത് ഇരിപ്പുണ്ടാവും, ഒന്ന് നോക്കിക്കോളൂ. അത് കാരണം തൊട്ടതാണോന്നും അറിയില്ല. തുറക്കട്ടെ? ഉറപ്പാണോ? ചേച്ചി തരണം, ഇപ്രാവശ്യം എനിക്ക് തരണം. ദൈവം തരണം എന്ന് പറഞ്ഞാൽ മോളെ, ഇത് എന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ 45 ഓക്കെ ഇങ്ങനെ വരുന്ന കാര്യമല്ല. അയ്യോ, ഓങ്ക്രീം കുട്ടിച്ചാത്തൻ. 45 തന്നെയാണോ? ഉറപ്പാണോ? ശരി, അപ്പൊ ഞാൻ തുറക്കുക, നോക്കിക്കോളൂ. അയ്യോ, വേണ്ട, ഞാൻ പോവാ. വേറെ പറയണ്ടെന്ന് പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. എനിക്ക് കാര്യം മനസ്സിലായിരുന്നു അല്ലേ? സാരില്ല. പാവം കുഞ്ഞല്ലേ, അത് അറിഞ്ഞൂടാതെ എന്തോ തൊട്ടു എന്ന് പറഞ്ഞിട്ട് ഉടനെ നമ്മൾ നമ്പർ പറയാൻ പാടുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ആരോ 60 എങ്ങാണ്ട് പറഞ്ഞു തോന്നുന്നു. അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോ ഓപ്പൺ ചെയ്യല്ലേ അതല്ല. അയ്യോ, പാവം എല്ലാം കുഞ്ഞിന്റെ തലയിലാണ്. ശരി, സാരില്ല. അപ്പം വീണ്ടും വിളിക്കൂ ധനലക്ഷ്മി, എപ്പോഴെങ്കിലും ഒക്കെ സ്വർണം കിട്ടും. ഓക്കെ, താങ്ക് യു. അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. സെയിം. കിട്ടിയല്ലേ? വിളിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതാണ്. ഓക്കെ, നോ പ്രോബ്ലം. കിട്ടും, ധനലക്ഷ്മിക്ക് കിട്ടും. ബട്ട് താങ്ക് യു ഫോർ ദി വിഷസ്. സെയിം ടു യു. ഓക്കെ, ബൈ ബൈ.
ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് ധനലക്ഷ്മിയാണ്. ശബ്ദം കേൾക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഇവിടെ അറിയാവുന്ന ധനലക്ഷ്മിയാണ്. അപ്പോൾ ധനലക്ഷ്മിയുടെ പാവം കുഞ്ഞ് 45 തൊട്ടു എന്നും പറഞ്ഞ് 45 തുറന്നു, പക്ഷെ അതിലും സ്വർണ്ണമില്ല. സാരില്ല, അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കും, നമുക്ക് ഉറപ്പാണ്. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമാല സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഭദ്ര, എവിടുന്ന ഭദ്രക്കുട്ടി? പാലക്കാട്. ഏത് ക്ലാസ്? എന്താ ചെയ്യുന്നേ? 9th ക്ലാസ്സിൽ പഠിക്കുക. 9th പഠിക്കുകയാണല്ലേ, എനിക്ക് തോന്നി. ഭദ്രയ്ക്ക് പഠിക്കാൻ ഒട്ടും ഇഷ്ടല്ലേ? 9th പഠിക്കാനൊന്നും ഇഷ്ടല്ല? ഇഷ്ടാണ്. ആണോ? പിന്നെ എന്തിത്ര വിഷമം? എന്താ ഇന്ന് ഉച്ചയ്ക്ക് വെച്ച കറിയൊന്നും ഇഷ്ടല്ല ഊണിൻ്റെ കൂടെ? അങ്ങനെയൊന്നുമില്ല. എന്താ ഏറ്റവും ഇഷ്ടം? ഊണിന്റെ കൂടെ എന്ത് കറി ഉണ്ടെങ്കിലാണ് നല്ല ഹാപ്പി ആയിട്ട് വന്ന് കഴിക്കാറ്? സാമ്പാർ. ഇന്ന് സാമ്പാർ ഉണ്ടോ? ഇന്നില്ല. അതാണ് എനിക്ക് അപ്പോഴേ തോന്നി കുട്ടിക്ക് എന്തോ വിഷമുണ്ടെന്ന്. എനിക്ക് അപ്പോഴേ തോന്നി. അതാണ് ഞാൻ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഭദ്ര ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 24 പറഞ്ഞേ? 24 സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അയ്യോ ഭദ്രക്കുട്ടി, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല കേട്ടോ. എന്തായാലും അമ്മയുടെ അടുത്ത് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കാൻ പറയും. ഭയങ്കര എളുപ്പമാണ്. കുറച്ച് പച്ചക്കറി അരിയുക, തോരപ്പരിപ്പ് ഇടുക, കുക്കറിലേക്ക് വെച്ചാൽ വിസിലടിക്കുന്നു, സാമ്പാർ റെഡി കേട്ടോ. വിഷമൊക്കെ ഒന്ന് മാറട്ടെ. ഓക്കെ, ഭദ്ര പാട്ട് പാടുന്നോ? പാടുന്നില്ല. ശരി, കുഴപ്പമില്ല. വിഷമിച്ചിരുന്നോളൂ. അടുത്ത ആഴ്ച നല്ല സന്തോഷമായിട്ട് വിളിക്കൂ. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പോൾ നമ്മളെ വിളിച്ചത് ഭദ്രക്കുട്ടിയാണ്. 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഭദ്രയ്ക്കും സ്വർണം കിട്ടിയിട്ടില്ല. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? മുഹമ്മദ് മുർഷിദ്. മുർഷിദ്. എവിടുന്നാ വിളിക്കണേ മുഹമ്മദ് മുർഷിദ്? പട്ടാമ്പി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എന്തൊക്കെയുണ്ട് മുർഷിദെ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ. മുഹമ്മദ് മുർഷിദിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ആരാ? കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആരാണ്? ഷാഹിദോ? ബെസ്റ്റ് ഫ്രണ്ട് ഷാഹിദാണ് അല്ലേ? ശരി, ഓക്കെ. അപ്പൊ ഷാഹിദിന് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ട് പാടി തരുന്നോ ഞങ്ങൾക്ക് വേണ്ടി? അല്ല, ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഷാഹിദിന് വേണ്ടി. പാട്ടൊന്നും അറിയില്ല. ശരി, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഒരു സ്വർണം കൊടുത്തേക്കാം ഷാഹിദിന്. എന്താ? അത് വേണ്ട, അത്ര അടുത്ത കൂട്ടുകാരനല്ല അല്ലേ? ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 27 ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നോക്കാട്ടോ. നോക്കിക്കോളൂ. 27 ഞാൻ തുറക്കാൻ പോവാണ്. 27 ഉള്ളിൽ അയ്യോ സ്വർണ്ണം ഇല്ലല്ലോ. മുർഷിദേ, സ്വർണം കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ ഒരേ റിയാക്ഷൻ ആണോ? ആണോ? ശരി, ഓക്കെ, സാരില്ലേ. അപ്പം മുർഷിദ് നല്ല മിടുക്കും കുട്ടിയായിട്ടൊക്കെ പഠിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. ഓക്കെ, അപ്പം നമ്മളെ മുർഷിദാണ് വിളിച്ചത്, മുഹമ്മദ് മുർഷിദ്. നമുക്ക് പാവം കുട്ടന് നമുക്ക് സ്വർണം കൊടുക്കാൻ പറ്റിയില്ല. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ ഹലോ, ഞാൻ സൗമ്യ. സൗമ്യ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. താങ്ക് യു. ഓക്കെ, സൗമ്യ നമ്പർ പറഞ്ഞോളൂ. ഇപ്പൊ കുറച്ചു മുമ്പേ വിളിച്ച സൗമ്യല്ലേ? അല്ല, ഞാന് അനാമിക നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ കിട്ടുന്നില്ല വിളിച്ചിട്ട്. സൗമ്യാണോ അനാമികയാണോ? അനാമിക എന്റെ മോളാ. ഓ, അനാമിക സൗമ്യയുടെ മകളാണ്. അനാമിക കഴിഞ്ഞ എപ്പിസോഡിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞങ്ങൾക്കിപ്പോ കിട്ടുന്നില്ല. അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുഴപ്പമില്ല. അനാമിക കുട്ടി എന്ത് ചെയ്യാ? പറഞ്ഞാ മതി. കാണുന്നില്ലേ? അതെന്താ കാണാത്തെ? ഞാൻ ഇപ്പൊ എന്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നേ. അവിടെ ACV ഇല്ല. അയ്യോ, അത് ഭയങ്കര കഷ്ടമായല്ലോ. അപ്പം ഇവിടെ സൗമ്യയുടെ വീട്ടിലെ ACV കേബിൾ ആണോ? എന്റെ വീട്ടിലുണ്ട്. ഉണ്ട്. കഷ്ടായി പോയി. സാരില്ല, ചേച്ചിയോട് തെന്മലയിൽ നിക്ക. ശരി, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ തെന്മലയിലേക്ക് ഏഷ്യാനെറ്റ് കേബിളൊക്കെ കിട്ടും. ചേച്ചിയുടെ അടുത്ത് പറയണം, എടുക്കാം കേട്ടോ. ശരി, പറഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 35. അതുണ്ടോ? 35 ഉണ്ട്. 35 ഉണ്ട്. 35 സ്വർണ്ണം ഉണ്ടോ നോക്കാം. ഓക്കെ, 35 അയ്യോ സ്വർണ്ണം ഇല്ലല്ലോ.
സൗമ്യ. കുഴപ്പമില്ല, വിളിച്ചിട്ട് കിട്ടിയല്ലോ. വിളിച്ചിട്ട് കിട്ടിയല്ലോ. പിന്നെ അനാമിക കുട്ടി എന്ത് ചെയ്യാണ്? ഞാൻ അമ്മയ്ക്ക് 4ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഇപ്പൊ എന്താ അവിടെ ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ? ചേച്ചിയുടെ മക്കളുണ്ട്, അവരോടൊപ്പം ബിസിയാണ് ആള് അല്ലെ? ശരി, താങ്ക് യു സൗമ്യ. വീണ്ടും വിളിക്കാം. ബൈ ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചിരിക്കുന്നത് സൗമ്യയാണ്. സൗമ്യക്കും സ്വർണം കിട്ടിയിട്ടില്ല. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സുലോചന. എവിടുന്ന് വിളിക്കണേ സുലോചന? തിരുവനന്തപുരം പേയാടുന്ന്. നമുക്ക് സുലോചന എന്ന് കേൾക്കുമ്പോ എനിക്ക് തലയണ മന്ത്രത്തിൽ ഉർവശിയാണ് ഓർമ്മ വരുന്നത്. ആ സിനിമ കണ്ടിട്ടുണ്ടോ? സുലു ശരി. അപ്പൊ എന്തായാലും അതുപോലത്തെ സുലോചനെ പോലത്തെ ഭാര്യയാണോ? അയ്യോ, അങ്ങനെ പറയരുത്. ശരി, അതാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ സുലോചന ചേച്ചി. 21 ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. തുറക്കാൻ പോവാ, നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല. തലയണ മന്ത്രത്തിലെ സുലോചന ആയിരുന്നെങ്കിൽ ഇപ്പൊ ഭർത്താവിനെ വിട്ട് പോത്തി സ്വർണ്ണമഹലിലേക്ക് നേരെ പോവും. എനിക്ക് സ്വർണം കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാണ്. എക്സ് സർവീസ്മാൻ ആവണ്ട, അങ്ങനെയൊന്നും നമുക്ക് വരട്ടാൻ പറ്റില്ല അല്ലേ? അതാണ്. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ശരി ചേച്ചി, ബൈ ബൈ. ഓക്കെ, ഒരു എക്സ് സർവീസ്മാൻ്റെ വൈഫാണ് വിളിച്ചത്. ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. എന്തായാലും അതിലും സ്വർണം ഉണ്ടായിരുന്നില്ല. 21 പറഞ്ഞത്, അതിൽ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. ഇതെന്താണ്, നമുക്ക് സ്വർണ്ണം ഒന്നും കിട്ടുന്നില്ലല്ലോ. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഗിരിജ. എവിടുന്നാ വിളിക്കണേ? എന്താ ചെയ്യുന്നേ? ഓക്കെ. മക്കളൊക്കെ എവിടെയാ? അടുത്തുണ്ടോ? കളിക്കാൻ പോയി അപ്പുറത്തെ വീട്ടില്. ഒരാളേ ഉള്ളു, അപ്പുറത്ത് കളിക്കാൻ വിട്ടേക്കുവാണ് അല്ലേ? ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ഗിരിജ ചേച്ചി. 34 സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ദൈവമേ, സ്വർണ്ണം ഇല്ല. സാരില്ല, ഇന്ന് ഗിരിജ ചേച്ചി ഒറ്റയ്ക്കല്ല, ഇന്ന് വിളിച്ച ആർക്കും തന്നെ സ്വർണം കിട്ടിയിട്ടില്ല കേട്ടോ. സാരില്ല, വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു. നല്ല കുട്ടികളുടെ സൗണ്ട് കേട്ടോ ഗിരിജ ചേച്ചിക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഏതാ പേര് പറയാമോ? ഗംഗേ. എവിടെയായിരുന്നു ഇത്രയും നാൾ? എന്തുകൊണ്ട് വിളിച്ചില്ല ഞങ്ങളെ? ഇപ്പോഴാണ് കണ്ടത്. ഞെട്ടിപ്പോയി. അയ്യോ, ഒന്നും ചെയ്യരുത്, ഞാൻ ഇപ്പോഴാണ് കണ്ടതെന്നൊക്കെ. ഓക്കെ, ശരി. ഗംഗ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഓക്കെ, ഹസ്ബൻഡ് കൂടെ ഉണ്ടോ? അപ്പൊ ഗംഗ ഇടയ്ക്കിടയ്ക്ക് നാഗവല്ലി ആവാറുണ്ടോ? ഇല്ല. നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഭർത്താവിന് സമാധാനം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ഗംഗ. ഏതാ? 28. ശരി, 28ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. വാട്സാപ്പിൽ നമ്പേഴ്സ് അയക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. 12:45 ആയിരുന്നു. ഇനി വരുന്ന മെസ്സേജ് നമ്മൾ കണക്കാക്കില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ 28 അല്ലേ പറഞ്ഞത്? 28. ശരി, 28ന്റെ ഉള്ളിൽ സ്വർണം ഇല്ലല്ലോ. സാരില്ല. വിഷമിക്കേണ്ട, നിരാശപ്പെടേണ്ട ഗംഗ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ. ഓക്കെ, അങ്ങനെ നമ്മളെ ഇതുവരെ വിളിച്ച ആർക്കും തന്നെ സ്വർണം കിട്ടിയിട്ടില്ല. വാട്സാപ്പിലേക്ക് നമുക്ക് ധാരാളം മെസ്സേജസ് വന്നിട്ടുണ്ട്. അവർക്കപ്പോൾ സാധ്യത വളരെ കൂടുതലാണ്. കാരണം കോൾസിൽ വിളിച്ച് സ്വർണം കിട്ടാത്ത നമ്പേഴ്സ്, കോൾസിൽ പറയാത്ത നമ്പേഴ്സിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാട്സാപ്പിൽ കണക്ട് ചെയ്യുള്ളൂ, വാട്സാപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് ചിലപ്പം സാധ്യത ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഹോപ്പ്ഫുള്ളി ബ്രേക്കിന് ശേഷം നമുക്ക് സ്വർണ്ണം കൊടുക്കാൻ സാധിക്കും. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്.
പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ബ്രേക്കിന് ശേഷം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് നമ്മുടെ അവസാനത്തെ ചില നിമിഷങ്ങളിലേക്ക് നമ്മളിങ്ങനെ കടക്കുകയാണ്. വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിലേക്ക് ആരും തന്നെ മെസ്സേജ് അയക്കേണ്ട. ചിലപ്പോൾ 1 മണിക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മളിവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോഴും അതിലേക്ക് കോൾസും വരാറുണ്ട്, മെസ്സേജും അയക്കാറുണ്ട്. ദയവായി അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ശരി. അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രമണി. രമണി എവിടെന്നാ വിളിക്കുന്നേ? പാലക്കാട്. ആഹാ, എന്ത് ചെയ്യുന്നു രമണി? ഞാൻ വീട്ടിലിരിക്കാണ്. മക്കളൊക്കെ ഉണ്ടോ കൂടെ? ഇല്ല, 2 കുട്ടികളും 2 സ്ഥലത്താണ്. 2 സ്ഥലത്താണ്. ഓക്കെ, അപ്പം ചേച്ചി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഓ ശരി, പറഞ്ഞോളൂ. 38 ആണ് നമ്മുടെ രമണി ചേച്ചി പറഞ്ഞിരിക്കുന്നത്. 38ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. ഷോ, സ്വർണ്ണം ഇല്ല രമണി ചേച്ചി. സാരില്ല. പിന്നീട് വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. വെരി നൈസ്, വെരി പ്ലസന്റ്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ചേച്ചിയാണ് രമണി ചേച്ചി. രമണി ചേച്ചി വിളിച്ച 38ന്റെ ഉള്ളിലും സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. അടുത്ത കോളർക്ക് സ്വർണ്ണം കിട്ടുമോ നോക്കാം. കമോൺ. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. പ്രിയ. എവിടുന്നാ വിളിക്കണേ പ്രിയ? എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ചെയ്യുന്നേ പ്രിയ? ഇല്ല, ഞാൻ വീട്ടിലാണ്. വെറുതെ വീട്ടിലിരിക്കാണ്. കല്യാണം കഴിഞ്ഞോ അതോ? കല്യാണം കഴിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ. ആരാ? ഒരു മോളുണ്ട്. കൊച്ചുകുട്ടിയാണോ? വാവേണോ? അല്ലല്ല, ജോലി ചെയ്യണോ? ജോലി ചെയ്യുന്നു. ഓ, സൗണ്ട് കേട്ടാൽ സന്തൂർ മമ്മിയാണെന്നേ പറയുള്ളൂ കേട്ടോ. ഭയങ്കര ചെറുപ്പം. സൗണ്ട് കേൾക്കുമ്പോൾ നല്ല ചെറുപ്പമുള്ളൂ അമ്മ. ഓക്കെ, ശരി. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 51. ഓ, ആരെങ്കിലുമൊക്കെ 50കളിലേക്ക് വന്നല്ലോ. എല്ലാവരും മുകളിലത്തെ റോസ് ആയിരുന്നു. ഓക്കെ, 51 തുറന്നു നോക്കാം നമുക്ക്. നോക്കിക്കോളൂ. അയ്യോ, സ്വർണം കിട്ടിയില്ല. സാരില്ല. മോളുടെ പേര് പറയോ? പ്രതീക്ഷ. ഷോ, ഇപ്പൊ പ്രതീക്ഷ ഇതിനകത്ത് പോയില്ലോ. 51 സ്വർണ്ണം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടിയില്ല അല്ലേ? അടുത്ത പ്രാവശ്യം പ്രതീക്ഷയെ കൊണ്ട് വിളിപ്പിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇതുവരെ സ്വർണം കിട്ടിയിട്ടില്ല. അടുത്ത കോളറിന് കിട്ടുമോ നോക്കാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സുകുമാരൻ. എവിടുന്ന വിളിക്കണേ സർ? നെയ്യാറ്റിൻകരയെന്നാണ്. എന്താ ചെയ്യുന്നേ സുകുമാരൻ സർ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഭാര്യ, മോന്റെ ഭാര്യ, കുഞ്ഞു. ഓക്കെ, അപ്പൊ കുഞ്ഞു അവയുടെ കൂടെയൊക്കെ ഇങ്ങനെ കളിക്കാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? അതൊക്കെ ഉണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ സുകുമാരൻ സർ. 57. ഓക്കെ, 57ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ കേട്ടോ. തുറക്കാൻ പോവാണ്. അയ്യോ, 57ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല. അതന്നെ, ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ശരിയാണ് കേട്ടോ. നമ്മൾ ഈ വിളിക്കുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം വിളിച്ച് നമ്മൾ നേരെ നമ്പറിലേക്കല്ലോ പോകുന്നത്. കുറച്ചൊക്കെ കൊച്ചു വർത്താനം പറയില്ല, അതൊരു സന്തോഷം തന്നെയാണ്. പക്ഷെ സ്വർണ്ണം കൊടുക്കാൻ കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക സന്തോഷമാണ്. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. പവിത്ര. എവിടുന്നാ വിളിക്കുന്നേ? എവിടെ? ട്രിവാൻഡ്രത്ത് എവിടെയാ പവിത്ര? ശ്രീകാര്യം. ഞങ്ങളുടെ തൊട്ടടുത്താണല്ലോ. ഞങ്ങള് ആ ഭാഗത്താണ്, പൗടിക്കോണത്താണ്. ആരൊക്കെ ഉണ്ട് വീട്ടില്? ഞാൻ, അച്ഛനമ്മ. ഓക്കെ, ശരി. എന്താ ചെയ്യുന്നേ?
ഞാൻ ബിടെക് ഫൈനൽ ഇയർ. ബിടെക് ആണ് അല്ലേ? എവിടെയാ? ചാവടിമുക്കാണോ? അല്ലല്ല, ആ, നാലാഞ്ചിറ. നാലഞ്ചര. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 44. 44. അങ്ങനെ വീണ്ടും 40കളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. തിരിച്ച് എല്ലാവരും 40കളാണ്. ഓക്കെ, 44 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണില്ല. സാരില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ. കണ്ടോ, 40കൾ നോക്കുകയാണത് ആകെ ഇനി 3 കൂടി അതിലുള്ളൂ ബാക്കി. പക്ഷെ ഇതാ താഴെ 60കളിലൊന്നും ഒന്നും തുറന്നിട്ടില്ല. പറയാൻ പറ്റില്ല ഇനി അതിലാണോ സ്വർണ്ണം ഇരിക്കണമെന്ന് എങ്ങനെ അറിയാം? അതേപോലെ ഇതാ 50കൾ വളരെ കുറച്ചാണ് ഉള്ളത്. ഏറ്റവും മുകളിലത്തെ റോയിലും കുറച്ചുള്ളത്. എല്ലാവരും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ശരി, അപ്പൊ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അലീന. അലീന. അലീന, ആ പാട്ട് കേട്ടിട്ടില്ലേ? കരളേ നിൻ കൈ പിടിച്ചാൽ. ആ പാട്ട് കേട്ടിട്ടാണ് അച്ഛൻ പേരിട്ടത്. ആഹാ, ആ പാട്ടിനോടുള്ള ഇഷ്ടം കാരണമാണോ അച്ഛൻ അലീന എന്ന് പേരിട്ടത്? അതെ അതെ. വെരി നൈസ്, വെരി നൈസ്. നല്ല പാട്ടുമാണ്, നല്ല പേരുമാണ് കേട്ടോ. ഓക്കെ അലീന, അപ്പം ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ അലീന. 60. 60 ഉദ്ദേശിച്ചേ? 50. 50 ഉദ്ദേശിച്ചേ? ആ, ശരി, 50ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അലീന. അലീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അച്ഛമ്മ, അച്ഛൻ, പാപ്പൻ, ആന്റി, 2 മക്കള്. വെരി നൈസ്, വലിയ ഫാമിലിയാണ്. ഓക്കെ, അപ്പം അലീന നോക്കിക്കോളൂ, ഞാൻ തുറക്കാൻ പോവാണ്. 50ന്റെ ഉള്ളിൽ. കൺഗ്രാറ്റുലേഷൻസ് അലീന, സ്വർണ്ണമുണ്ട്. അലീന, ഷോ ഞങ്ങൾക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ? കാരണം ഇന്നത്തെ എപ്പിസോഡിൽ വിളിച്ച് ഞങ്ങളുടെ ആദ്യത്തെ സ്വർണം അലീനയ്ക്കാണ് കിട്ടിയത്. എപ്പിസോഡ് അവസാനിക്കാറാകുമ്പോഴാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ വീട്ടിലെ എല്ലാവരുടെ സന്തോഷ വാർത്ത പറയാൻ, ഞായറാഴ്ച ദിവസം എല്ലാവരും ബിരിയാണി കഴിച്ചോളൂ കേട്ടോ. പറയുന്നിടത്തൊന്നും ഞാൻ എന്റെ വക ബിരിയാണി മേടിച്ചു തരുവാണെന്നല്ല, ആഘോഷിക്കൂ കേട്ടോ. സ്വർണം വീട്ടിലെത്തും. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് അലീന. ബൈ. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ 40 ഇങ്ങനെ പറഞ്ഞ് അവസാനം 50ൽ ഒരു സ്വർണ്ണം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ എവിടേക്കോ എല്ലാവർക്കും തോന്നി അതിൽ സ്വർണ്ണം ഉണ്ടാവുന്നത്. ഓക്കെ, സോ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അഭിരാമി. അഭിരാമി, എവിടുന്നാ വിളിക്കണേ? ബാലരാമപുരം. എന്താ ചെയ്യണേ? ഇപ്പൊ IT കഴിഞ്ഞിരിക്കുന്നു. IT കഴിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 14. 14. TV കാണുന്നില്ലേ അഭിരാമി? ഇല്ല. അതെന്തു പറ്റി? അല്ല, അവിടെ ഏഷ്യനെറ്റ് കേബിൾ ആണോ? അതെ. അപ്പൊ പിന്നെന്താ TV വെക്കാത്തേ? ചുമ്മാ വെറുതെ TV വെക്കാതെ ചുമ്മാ വിളിച്ചു അല്ലേ? എന്തായാലും ആ നമ്പർ പോയ നമ്പറാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കുക. TV ഓൺ ചെയ്ത് TVയിൽ നോക്കി നമ്പർ പറയുക നെക്സ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തതായിട്ട് വാട്സാപ്പിൻ്റെ റിസൾട്ടാണ്. ഇന്ന് കോൾസ് വഴി ഒരാൾക്കാണ് സ്വർണം കിട്ടിയത്. വാട്സാപ്പ് വഴി 2 പേർക്ക് സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ട്. ഒന്ന് നിഷ ഫ്രം പൂജപ്പുര. നിഷ പറഞ്ഞിരിക്കുന്നത് 69 ആണ്. കണ്ടോ, വ്യത്യസ്തമായിട്ട് നിഷ ചിന്തിച്ചിരിക്കുന്നു. നിഷയ്ക്ക് തോന്നി ഈ 40 ഇങ്ങനെ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, 60കൾ നോക്കാമെന്ന് വിചാരിച്ചതേ. 69ൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നിഷയെ കാത്ത് അതിനുള്ളിൽ ഒരു സ്വർണ്ണ നാണയം. കൺഗ്രാറ്റുലേഷൻസ് നിഷ. നിഷ ഫ്രം പൂജപ്പുര. അപ്പൊ 69നുള്ളിൽ സ്വർണം ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഒരു വിന്നറും കൂടെ ഉണ്ട്, ജയപ്രകാശ് നാരായണൻ. ഓക്കെ, അദ്ദേഹം സ്ഥലം പറഞ്ഞിട്ടില്ല, പറഞ്ഞ നമ്പർ 18 ആണ് കേട്ടോ. അപ്പൊ 18ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ ജയപ്രകാശ്. കോൺഗ്രാറ്റുലേഷൻസ് ജയപ്രകാശ്, സ്വർണ്ണമുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഗസ് ചെയ്ത് മെസ്സേജ് അയക്കുന്നു, സ്വർണം കിട്ടുന്നു, മെസ്സേജ് അയക്കുന്നു, സ്വർണം കിട്ടുന്നു. വളരെ നല്ല കാര്യമല്ലേ? ഹോം ഡെലിവറി സ്വർണം, അതാണ്.
ഓക്കെ, അപ്പൊ കണ്ടോ എല്ലാവരും ഒന്ന് വ്യത്യസ്തമായിട്ട് ഈ റോയും ചിന്തിച്ച ആളുകൾക്ക് സ്വർണം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ഒരു ഭാഗ്യത്തിന്റെ കളിയാണ് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം എന്നാൽ ശരി ഞാൻ ആ റോ നോക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അതിലൊരു സ്വർണം പോലും കാണില്ല. അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും എല്ലാവരുടെ സ്നേഹത്തിന് നന്ദി, എല്ലാവരും വിളിച്ചതിൽ നന്ദി. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ് ടു ദി വിന്നേഴ്സ്. അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് ദീപ സൈനിങ് ഓഫ് ഫ്രം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. Brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.